ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു JSON ഫയൽ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. പൊതുവെ നമ്മൾ API ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് JSON വരുന്നത്. മുമ്പത്തെ മെത്തേഡാണ് ഇതൊക്കെ. ഞാനിപ്പോൾ പഠിപ്പിച്ച ഈ 3 കാര്യം മുമ്പത്തെ മെത്തേഡാണ്. അതായത് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ HTML തന്നെ പ്രിന്റ് ചെയ്യുന്ന മെത്തേഡാണ് മുമ്പത്തെ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അത് ഭയങ്കര സ്ലോ ആണ്. കാരണം നമ്മൾ പുതിയതായിട്ട് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു പേജിൽ നമുക്ക് വേണ്ട എലമെൻ്റൊക്കെ ആഡ് ചെയ്യണം. അതിനുശേഷം അത് നമ്മൾ പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് വളരെ സ്ലോ ആണ് ഇൻ്റർനെറ്റിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയല്ല ചെയ്യുന്നത്. അതിൻ്റെ പകരം ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ API അയക്കലാണ്. അതായത് API എന്ന് പറയുമ്പോൾ നമ്മുടെ JSON ഫയലാണ് അങ്ങോട്ട് അയക്കുന്നത്. HTMLന് പകരം JSON ഫയലാണ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൗട്ടിംഗ് ഇത് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. വലിയ മാറ്റമൊന്നും വരുന്നില്ല, ഇത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ റൗട്ടിങ്ങിൽ ചെറിയൊരു മാറ്റം വരുത്താണ്. അബൌട്ട് പകരം JSON കൊടുക്കുകയാണ്. JSON എന്ത് വേണം കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ JSON 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ API എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. APIയോ JSOനോ എന്ത് വേണം നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ API കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് വിളിക്കുമ്പോൾ, അതായത് API വിളിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ഒരു ഇതല്ല പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതായത് HTML അല്ല പ്രിൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് JSON ആണ് അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ JSON പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്ലാസ്കിൽ നമുക്ക് ഒരു മൊഡ്യൂൾ കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ആ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് JSON ഫ്ലൈ ആണ് അതിൻ്റെ പേര്. JSON IFY ആണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ JSON അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ JSON ഫ്ലൈ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു API വിളിക്കുമ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. അതായത് നമ്മൾ JSON ഫ്ലൈ മൊഡ്യൂൾ ഇവിടെ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്താണ് JSON ഫയൽ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡാറ്റ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. കാരണം JSON ഡാറ്റ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഞാൻ ഒരു ഡാറ്റ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഡാറ്റ ഈക്വൽ ടു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ നെയിം സിമ്പിളായിട്ടുള്ള ഡാറ്റയാണ്. നിങ്ങൾക്കിത് അറിയില്ല എങ്കിൽ നെറ്റിൽ പഠിക്കാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് JSON എന്ന് പറയുന്നത്. പേജ് ഇതാണ് നമ്മുടെ JSON ഡാറ്റ. ഈ ഒരു ഡാറ്റ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഡാറ്റ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. യൂസറിൽ നിന്ന് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡാറ്റ സാധാരണഗതിയിൽ ഇവിടെയല്ല ഉണ്ടാകുന്നത്. ഈ ഒരു ഡാറ്റ ഉണ്ടാകുന്നത് ഡാറ്റാ ബേസിലാണ്. പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡാറ്റാ ബേസിൽ കണക്ട് ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമ്മളൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റ നമ്മൾ അവിടെ അങ്ങോട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു JSON ഫയൽ ഡാറ്റ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മളിപ്പോൾ API വിളിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് അബൌട്ടല്ല നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് API എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഇത് എന്താണെന്ന് നോക്കാം എറർ. അപ്പോൾ ഈ എറർ വരാനുള്ള കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. സേവ് ചെയ്തു. ഒന്നുകൂടി പ്രിൻറ്റ് ചെയ്യാണ്. അടുത്തൊരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പ്രിൻറ്റ് ചെയ്യാണ്. അത് ചെറിയ വ്യത്യാസം ഉണ്ടായിട്ട്, അതായത് സിംഗിൾ കോട്ട് ഡബിൾ കോട്ടായിരുന്നു ഞാൻ ഇട്ടത്. അത് രണ്ടും സിംഗിൾ കോട്ടാക്കിയപ്പോൾ ശരിയായി. ഞാനൊന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് JSON ഫയലായിരിക്കും നമുക്കിവിടെ വരുന്നത്. നമുക്ക് തൊട്ട് മുമ്പ് വരെ നമുക്ക് വന്നിരിക്കുന്നത് HTML ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് വരുന്നത് JSON ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡാറ്റയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡാറ്റയിലായിരിക്കും നമ്മളുടെ ഈ ഒരു പേജിൻ്റെ ഈ ഒരു ടൈറ്റിൽ, അതേപോലെ തന്നെ ഇതൊക്കെ വേണ്ട ഇമേജിൻ്റെ കോഡൊക്കെ വരുന്നത്. കോഡല്ല, ഇമേജിൻ്റെ ഒരു സംഭവമുണ്ട്, അതായത് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കോഡുണ്ട്, അതായിരിക്കും വരുന്നത്. ഈ ഒരു ടെക്സ്റ്റൊക്കെ ഈ ഒരു JSON ഫയലിലാണ് സെർവറിൽ നിന്ന് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ JSON ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് HTML പേജാണ്, JSON ഫോർമാറ്റ് ആണോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും.